നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ ഇന്ന് നിർണായക ദിവസമാണ് മുഖ്യമന്ത്രിക്കും മകൾ ടി വീണയ്ക്കും. മാത്യു കുഴൽനാടൻ MLA ഇരുവർക്കുമെതിരെ നൽകിയ ഹർജി ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കും. ഇന്ന് പരിഗണിക്കുന്നത് കേസ് തള്ളണമെന്ന വാദമാണ്. കരിമണൽ ഖനനത്തിന് CMRL കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയെന്നും പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMRL കമ്പനി മാസപ്പടി കൊടുത്തുവെന്നുമാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ആരോപണം. ഇതിൽ താൻ നൽകിയ പരാതിയിൽ വിജിലൻസ് നടപടിയെടുത്തില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. 3 പ്രാവശ്യമായി വാർത്താ സമ്മേളനങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പരാതി. മാത്യു കുഴൽനാടൻ വിജിലൻസിന് പരാതി സമർപ്പിച്ചത് രേഖകൾ സഹിതമാണ്. എന്നാൽ ഈ ഹർജി നിലനിൽക്കില്ലെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനം വിജിലൻസിന്റെ പരിധിയിൽ പരിശോധിക്കാനാകില്ലെന്നുമാണ് വിജിലൻസ് സ്വീകരിച്ച നിലപാട്. ഹർജി നേരത്തെ തന്നെ കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർ ഉൾപ്പെടെ 7 പേർക്കെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ ഹർജി ഫയൽ ചെയ്തിരുന്നു. ഫെബ്രുവരി 29-നാണ് മാത്യു കുഴൽനാടൻ ഹർജി സമർപ്പിച്ചത്. കരിമണൽ ഖനനത്തിനായി CMRL കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട് സഹായം നൽകുകയും അതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കിട്ടിയെന്നുമാണ് ആരോപണം. കുഴൽനാടൻ നൽകിയ ഹർജിയിൽ വിജിലൻസിനോട് കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. ഹർജിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാകില്ലെന്ന് വിജിലൻസ് അറിയിക്കുകയും ചെയ്തിരുന്നു. അഴിമതി നിരോധന നിയമത്തിന്റെ വകുപ്പിൽ ഉൾപ്പെടുത്തി അന്വേഷിക്കാവുന്ന ആരോപണങ്ങൾ ഹർജിയിലില്ലെന്ന് വിജിലൻസ് ഡയറക്ടർ കോടതിയെ അറിയിച്ചു. സമാനമായ ആരോപണങ്ങളുള്ള ഹർജി ഹൈക്കോടതിയുടെയും പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിൽ ഹർജി തള്ളണമെന്നും ഡയറക്ടർ കോടതിയെ അറിയിച്ചു. മുതലാളിത്തത്തിനു മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് മാത്യു കുഴൽനാടൻ MLA ഈയിടയ്ക്ക് ആരോപിച്ചിരുന്നു. പിണറായി വിജയന്റെ പതനത്തിന്റെ നാളുകൾ ആഗതമായി എന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധം തീർത്താലും പിണറായിയുടെ കസേരയിലെ നാളുകൾ എണ്ണപ്പെട്ടുവെന്നും അദ്ദേഹം കൽപ്പറ്റ നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനിടെ പറഞ്ഞിരുന്നു. അതേസമയം മാത്യു കുഴൽനാടൻ MLAയുടെ ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമി വീണ്ടും അളക്കുകയാണ്. 2022-ലാണ് മാത്യു കുഴൽനാടനും സുഹൃത്തുക്കളും ചേർന്ന് ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയത്. തുടർന്ന് ഈ ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് CPM എറണാകുളം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു. 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടവും 850 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 2 കെട്ടിടങ്ങളുമാണ് മാത്യുവിന്റെ സുഹൃത്തുക്കളുടെ ഉടമസ്ഥതയിലുള്ളത്. കപ്പിത്താൻ എന്ന് പേരിട്ടിരിക്കുന്ന റിസോർട്ടിലെ വലിയ കെട്ടിടം റിസോർട്ട് ആവശ്യങ്ങൾക്കും ചെറിയ കെട്ടിടം പാർപ്പിട ആവശ്യങ്ങൾക്കും നിർമ്മിച്ചു എന്നായിരുന്നു രേഖകൾ. എന്തായാലും ഇത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി ഈ ഒരു സംഭവം മുന്നോട്ട് പോവുകയാണ്. എന്നാൽ മാസപ്പടി കേസിൽ നിർണായക ദിവസമാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും മാത്യു കുഴൽനാടൻ MLA ഇരുവർക്കുമെതിരെ നൽകിയ ഹർജി ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.